സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലമാണ്. ഓണം റിലീസുകളുണ്ട്. ആദ്യത്തെ ഓണം റിലീസായ വൈശാഖ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം ഖലീഫ. ഖലീഫ ഓണം ബോക്സ് ഓഫീസിൽ വാഴുമോ? ഖലീഫ വാഴുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പുതിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇറക്കി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. നമ്മൾ കാലങ്ങളായി കണ്ടുവന്ന ഒരു സ്ഥിരം പാറ്റേണിലുള്ള ഒരു കഥ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പുതുമയില്ല. എന്നാൽ ടെക്നിക്കലി കുറച്ച് ഇന്നവേറ്റീവായ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സ്ഥിരം കണ്ടുമടുത്ത ഒരു കഥ അവതരിപ്പിച്ചിരിക്കുകയാണ് ഖലീഫയിൽ. ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ കഥ, കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ ഇതൊന്നും തന്നെ പ്രേക്ഷകരോട് ഒട്ടും കണക്ട് ചെയ്യുന്നില്ല. ഒരുപാട് ആക്ഷൻ രംഗങ്ങളുള്ള ചിത്രമാണ്. പക്ഷെ ഈ ആക്ഷൻ രംഗങ്ങളും അത് ചിത്രത്തിൽ പ്ലേസ് ചെയ്ത രീതിയും ഇതൊന്നും തന്നെ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യുകയോ ഇത് ആ കഥയിൽ വേണ്ടതാണെന്ന് തോന്നുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇമോഷണൽ രംഗങ്ങളുണ്ട്, പക്ഷെ ഇമോഷണലി അതൊട്ടും തന്നെ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങൾ സിനിമയ്ക്കുണ്ട്. ഒരു തരത്തിൽ പ്രേക്ഷകർ ഡിറ്റാച്ച്ഡ് ആയി പോകുന്ന തരത്തിലാണ് ഈ കഥ പോകുന്നത്. ഹരി പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ചു എന്ന്. ഇപ്പൊ ആ സിനിമ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ തന്നെ പഴയ ചിത്രം നാടുവാഴികൾ, അതിന്റെയൊക്കെ ഒരു കഥ ഇതുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യയുടെ അയൻ, പല സന്ദർഭങ്ങളിലും നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ അതുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള, അതായത് നമ്മൾ കണ്ടും കേട്ടും പഴകിയും മടുത്ത കഥ പുതിയതായിട്ട് അവതരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ മാറ്റങ്ങൾ വന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള നരേഷനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു പഴയ സാധനം തന്നെ വീണ്ടും വിപണിയിൽ ഇറക്കുമ്പോൾ അത് ആളുകൾ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയും. അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ ഈ ഡയലോഗുകൾ എഴുതപ്പെടുന്ന രീതി അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെയാണ്. ഇവിടെ പക്ഷെ പല സ്ഥലത്തും അത് വല്ലാതെ ഡ്രമാറ്റിക് ആണ്, വല്ലാതെ ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ ഏതോ നാടകത്തിൽ നിന്ന് വായിച്ച പോലെയൊക്കെ തോന്നുന്ന തരത്തിലാണ് ഇത് പോകുന്നത്. ഈ സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്കൽ റെഫറൻസുകളൊക്കെ വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൊളിറ്റിക്കൽ റെഫറൻസുകൾ വരുന്നുണ്ട്. പൊളിറ്റിക്കലായ ചില സംഭവങ്ങളെ, അടുത്ത കാലത്ത് നടന്ന ചില വിവാദങ്ങളൊക്കെ ചിത്രം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം തന്നെ ഇങ്ങനെ ഒരു സർഫസ് ലെവലില് ഈ ഉപരിവിപ്ലവമായി എന്നൊക്കെ പറയുന്ന പോലെ ടച്ച് ചെയ്ത് പോകുന്നല്ലാതെ അതിൽ ഏതെങ്കിലും തരത്തിൽ ഗൗരവമായ ഒരു എഴുത്ത് അതിന്റെ പിന്നിൽ നടന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അതിന്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു എന്നതിലേക്കോ ഒന്നും അന്വേഷണം പോകുന്നില്ല. അപ്പോ പൊളിറ്റിക്കലായി ചെയ്ത സംഭവങ്ങളെ, വിവാദങ്ങളെ ഒന്ന് സ്പർശിച്ചു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ നടന്ന പല രാഷ്ട്രീയ വികാസങ്ങളും സംഭവങ്ങളും സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി ബിലീവബിൾ ആക്കി കാണിക്കുന്നതാണ് എപ്പോഴും പ്രേക്ഷകർക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. സംവിധായകൻ വൈശാഖിന് പറ്റുന്ന ഒരു പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന, പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും ഒട്ടും തന്നെ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു തരത്തിലും ഈ സിനിമയുടെ കഥയുമായിട്ട് ഒത്തുപോകുന്നുമില്ല. ചിത്രത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാമിയോ ഉണ്ട്. അതില് ഒരെണ്ണം അണിയറക്കാർ തന്നെ പുറത്തുവിട്ട സ്ഥിതിക്ക് നമുക്കത് പറയാൻ തോന്നുന്നു. അത് മോഹൻലാലിന്റെ ക്യാമിയോ ആണ്. അപ്പൊ ആ ഒരു ക്യാമിയോ റോളിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ചിത്രത്തിൽ അത് എത്രത്തോളം ആവശ്യമായിരുന്നു? ചിത്രത്തില് ഈ കഥാപാത്രം തുടക്കം മുതലേ മോഹൻലാലിന്റെ മാമ്പറക്കൽ അഹമ്മദ് കഥാപാത്രത്തിന്റെ പേര് തുടക്കം മുതലേ പറയുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ വരാൻ വേണ്ടി ഒരു പ്രേക്ഷകൻ കാത്തിരിക്കും. അവസാനം എപ്പോ വരും എന്നുള്ള കാത്തിരുന്ന് അവസാനം വരുന്ന സമയത്ത് പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ലൂസിഫറിന്റെ മോഹൻലാലിന്റെ അവസാനത്തെ ക്ലൈമാക്സിലെ ആ ഒരു സീൻ അതുപോലെ എടുത്തു വെച്ച പോലെയായിട്ടാണ് എനിക്ക് ഈ മോഹൻലാലിന്റെ ആ ഒരു ക്യാമിയോ റോള് ചെയ്തായിട്ട് തോന്നുന്നു. പിന്നെ പാട്രിയറ്റ്, ബബ്ബബ്ബ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ മോഹൻലാൽ ഇപ്പോ സ്ഥിരം ക്യാമിയോ റോളിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊന്നും മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയെ ബാധിച്ച വലിയൊരു ശാപമാണ് ഈ ക്യാമിയോടുള്ള ഭ്രമം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ക്യാമിയോ റോളുകൾ പലപ്പോഴും ഇഫക്റ്റീവ് ആവാറുണ്ട്. അല്ലെങ്കിൽ അത് അത്ര ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം. ഇപ്പൊ വിക്രം സിനിമയിലെ സൂര്യയുടെ അവസാനത്തെ ക്യാമിയോ പോലെയൊക്കെ അങ്ങനെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്യാമിയോ റോൾ ആണെങ്കിലും നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഈ കഥ എങ്ങനെ അവസാനിപ്പിക്കും എന്നറിയാത്ത ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് പോരാ എന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ സംവിധായകർ പ്രയോഗിക്കുന്ന ഒരു പരിപാടി, ഒരു തന്ത്രമായിട്ട് ഇത് മാറുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തിന്റെ ഒരു ക്യാമിയോ, നമ്മൾ ചത്തപച്ച എന്നുള്ള സിനിമയില് മമ്മൂട്ടിയുടെ ഒരു തരത്തിലുള്ള ഇമ്പാക്ട് ഇല്ലാത്ത ഒരു ക്യാമിയോ കണ്ടിരുന്നു. അപ്പൊ ഈ ഒരു ക്യാമിയോ ഭ്രമം
അത് ഒട്ടും ഒരു പോസിറ്റീവായ കാര്യമായിട്ട് തോന്നുന്നില്ല. ചിത്രത്തിന്റെ മറ്റൊരു പ്രശ്നം ആയിട്ട് തോന്നിയത് വളരെ അണ്ടർ റിട്ടൺ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. പൊതുവെ വൈശാഖിന്റെ മാസ് മസാല സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. പക്ഷെ കാലം മാറി, മലയാള സിനിമ മാറി, നമ്മൾ അടുത്ത് DC കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തും വളരെ പ്ലാസ്റ്റിക് ആയ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രണയിക്കാൻ വേണ്ടി മാത്രം എവിടുന്നോ കെട്ടിയിറക്കിയ ഒരു നായിക, എപ്പോഴും സുന്ദരിയായിരിക്കാൻ മാത്രം വിരിക്കപ്പെട്ട ഒരു നായിക, അങ്ങനെയൊക്കെയുള്ള സ്ഥിരം കണ്ടുമടുത്ത ആ കൊമേഴ്ഷ്യൽ ഫോർമുലയൊക്കെ തന്നെയാണ് സ്ത്രീ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ ഇവിടെയുള്ളത്. പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറിച്ച് എന്താണ്, എങ്ങനെയുണ്ട് ഈ ക്യാരക്ടർ? പൃഥ്വിരാജ് തന്റെ കഥാപാത്രം മികച്ചതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഇപ്പൊ അതിലെ തുടക്കത്തില് വരുന്ന ഫ്ലാഷ് ബാക്ക് സീനുകളിലൊക്കെ അൻവറിലെ പൃഥ്വിരാജിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഹരി പറഞ്ഞ പോലെ സിനിമ മാറി, ആളുകൾ എപ്പോഴും അതുപോലെ അത് ഏറ്റെടുക്കണമെന്നില്ല. അതുപോലെ തന്നെ പൃഥ്വിരാജ് 40 കഴിഞ്ഞു. അപ്പോ അങ്ങനെ എനിക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ ആ പൃഥ്വിരാജിനൊരു ബുദ്ധിമുട്ടായിട്ട് വയ്യാത്ത പോലെയൊക്കെ തോന്നി ഈ കഥാപാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഈ സിംഹാസനം, അങ്ങനെ ഒരുപാട് സിനിമകൾ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അച്ഛനെ വേണ്ടി ത്യജിക്കുന്ന മകൻ, അങ്ങനെ നമ്മൾ കണ്ടും കേട്ടും മടുത്ത കഥ തന്നെയാണ്. അപ്പോൾ പൃഥ്വിരാജ് അത് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം, ഈ എഴുത്തിൽ നമ്മളൊരു കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ കഥാപാത്രവുമായി പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നത്, ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രത്യേകതയാണ്. പക്ഷെ നമ്മൾ ഈ ഫോർമുലയിലേക്ക് പോകുമ്പോൾ ഇത് പലപ്പോഴും മിസ്സായി പോകും. ഇവിടെ നടന്ന ഒരു വലിയ ഒരു പാളിച്ച, പൃഥ്വിരാജിന്റെ കഥാപാത്രവും അയാളുടെ പ്രശ്നങ്ങളും ഒക്കെ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമുലയിലേക്ക് സംവിധായകൻ പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചേസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫൈറ്റ്, പിന്നെ സ്റ്റൈലിഷ് കോസ്റ്റ്യൂമിൽ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് വിത്ത് BGM കാണിക്കേണ്ടി വരുന്നു, വീണ്ടും ചേസ്. അപ്പൊ ഇത്തരത്തിൽ ഈ കൊമേഴ്ഷ്യൽ ഫോർമുലയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ക്യാരക്ടറിന്റെ എഴുത്ത് ഭയങ്കരമായിട്ട് പാളിപ്പോകുന്നുണ്ട്. 2026 ഓണച്ചിത്രങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞു എന്ന് പ്രേക്ഷകർക്ക് തോന്നേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാവുമല്ലോ. പോസിറ്റീവായിട്ട് എന്താണ് തോന്നിയത് പടം കണ്ടപ്പോൾ? ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട 2 പോസിറ്റീവ് എന്ന് പറയുന്നത്, ഒന്ന് ജോമോണ്ടി ജോന്റെ സിനിമാറ്റോഗ്രാഫി, വിഷ്വൽസ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ലാർജ് സ്കെയിൽ വിഷ്വൽസ് ആണ്. അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പൊ ജെയ്ക്സ് ബിജോയ് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്, അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ പൃഥ്വിരാജിന്റെ തന്നെ മുൻകാല സിനിമകളെ രണം, അതുപോലെ കടുവ, അതിലെല്ലാം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയ് ഇപ്പൊ ഇതിൽ മാക്സിമം തന്റെ 101% കൊടുത്തുകൊണ്ടാണ് ഇതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വന്നിരിക്കുന്നത്. അത് ഒരു പരിധിവരെ ചിത്രത്തിന് താങ്ങി നിർത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഖലീഫ ഒരു മോശം ചിത്രമാണ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ഖലീഫ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നിട്ടില്ല. എവിടെയൊക്കെ അതൊരു ബിലോ ആവറേജ് ചിത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഒരു ഫെസ്റ്റിവൽ, ഒരു വൈബ് ഓണച്ചിത്രം എന്നുള്ള നിലയ്ക്ക് ആഘോഷിക്കാനായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയായിട്ട് ചില മൊമെന്റുകൾ, ചില രംഗങ്ങൾ കിട്ടും എന്നതിനപ്പുറത്തേക്ക് ത്രൂ ഔട്ട് ഒരു 2.25 മണിക്കൂർ ആഘോഷിക്കാനുള്ളത് ചിത്രത്തിലില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. അപ്പോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, അല്ലേ? തീർച്ചയായും. അടുത്ത ഓണച്ചിത്രമായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി.